ഇത് നമുക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു മസാല ഓട്സ് തയ്യാറാക്കാവേ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുകയും ചെയ്യാം, കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത്. ഇതുപോലെ നമ്മൾ ഓട്സ് തയ്യാറാക്കുകയാണെങ്കിൽ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മസാല ഓട്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബീൻസ്, ക്യാപ്സിക്കമും ക്യാരറ്റ്, പിന്നെ ഒരു പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു പകുതി തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് ഓട്സ് ആണ്. ഇത് ഇത്രയും ഞാൻ 1 കപ്പ് ഓട്സിന് അളവിനാണ് എടുക്കുന്നത്. അപ്പോൾ ഓട്സും കൂടെ എടുത്ത് നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 സ്പൂണ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളി വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴിയുമ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ക്യാപ്സിക്കമും ബീൻസുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് പകുതി വേവാകുന്നിടം വരെ വെന്ത് കഴിയുമ്പം ഇത് തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഡയറ്റ് ചെയ്യുന്നവർക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാട്ടോ ഈ മസാല ഓട്സ്. ഇതിലേക്കിനി ഞാൻ പൊടികളായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാമ്പാർ പൊടി, ഒരു കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ സ്പൂണിന് 1/2 സ്പൂണ് സാമ്പാർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നല്ലൊരു കളറും കുറച്ച് എരിവിനും വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. ഇത്രയും മതി. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് ചൂടാക്കി ആ പൊടികളുടെ പച്ച ചുകയെല്ലാം മാറിക്കഴിയുമ്പം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഓട്സിന് നമ്മൾ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വെള്ളം തിളയ്ക്കട്ടെ. വെള്ളം നന്നായിട്ട് ഇതുപോലെ തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കുക. ഓട്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ പോലെ തോന്നും, പക്ഷേ ആ ഓട്സും വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പം ഇത് ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു മൂടി വെക്കാം. മൂടി നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഓട്സും ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങയുടെ നീരും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മൂടി ഒരു കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. ചൂടോടുകൂടി കഴിക്കണം. നമ്മളിപ്പോൾ സാധാരണ ഓട്സൊക്കെ പാലിലിട്ട് ഒക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ അതങ്ങനെ ഇട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ.